തമിഴ് രാഷ്ട്രീയം ഇതുവരെ കാണാത്ത പടയൊരുക്കത്തിനാണ് കോട്ടയും കൊത്തളങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. വെള്ളിത്തിരയിലെ ആക്ഷൻ രംഗങ്ങളെ വെല്ലുന്ന രാഷ്ട്രീയ തിരക്കഥയുമായി ദളപതി വിജയ് കളം നിറയുമ്പോൾ തമിഴ്നാടിന്റെ അധികാര അതിർത്തികൾ പുനർനിർമ്മിക്കപ്പെടുകയാണ്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉറപ്പാക്കാൻ വിജയ് ഒരുക്കുന്ന ഓപ്പറേഷൻ TVK തമിഴ്നാട്ടിലെ വൻ മരങ്ങളെ പോലും പിടിച്ചുലയ്ക്കുകയാണ്. അണ്ണാ DMKയുടെ കോട്ടകൾ തകർത്തു പരിചയമുള്ള കെ സെങ്കോട്ടയ്യനെ തന്നെ വിജയ് തന്റെ പടനായകനായി നിയോഗിച്ചത് യാദൃശ്ചികമല്ല. EPSനെ വിട്ട് TVKയിൽ ചേർന്ന സെങ്കോട്ടയ്യന് ഉപമുഖ്യമന്ത്രി പദം വാഗ്ദാനം നൽകിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പഴയ പാർട്ടിക്കുള്ളിലെ അതൃപ്തരെയും പദവികൾ കൊതിച്ചിരിക്കുന്നവരെയും ചാക്കിലാക്കാൻ സെങ്കോട്ടയ്യൻ വൻ വലയാണ് വിരിച്ചിരിക്കുന്നത്. രാജ്യസഭാ പദവികൾ മുതൽ മേയർ സ്ഥാനങ്ങൾ വരെ വാഗ്ദാനം ചെയ്ത് അണ്ണാ DMKയെ അടിമുടി പിളർത്താനാണ് ഈ നീക്കം. മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതോടെ അന്തം വിട്ടുനിൽക്കുന്ന അണ്ണാ DMKയിൽ ഇപ്പോൾ കലാപക്കൊടി ഉയരുകയാണ്. എടപ്പാടി പളനിസ്വാമിയുടെ ഏകാധിപത്യ നിലപാടുകളിൽ മടുത്ത മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി വിജയ് യുഗത്തിലേക്ക് ചേക്കേറാൻ വരെ നിൽക്കുന്നു. CV ഷൺമുഖം, SP വേലുമണി, C വിജയഭാസ്കർ തുടങ്ങിയ കരുത്തരായ നേതാക്കൾ പോലും വിജയ്ക്ക് കൈകൊടുക്കാൻ ഒരുങ്ങുന്നത് EPSനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കൊങ്കനാട് രാഷ്ട്രീയത്തെ തന്നെ വിഴുങ്ങാൻ സെങ്കോട്ടയ്യനും സംഘവും നടത്തുന്ന നീക്കം തമിഴ് രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളെ പോലും അസ്വസ്ഥരാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണയോടെ കേവല ഭൂരിപക്ഷമായ 118 എന്ന സംഖ്യ വിജയ് തൊടുമെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിലും ആടിയുലയുന്ന ഒരു ഭരണം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ MLA-മാരെ മൊത്തമായി തങ്ങളുടെ പാളയത്തിലെത്തിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിൽ തന്ത്രപരമായ പിന്തുണ ഉറപ്പാക്കാനോ ഉള്ള നീക്കങ്ങളാണ് TVK നടത്തുന്നത്. തങ്കമണിയും രാജേന്ദ്ര ബാലാജിയും ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ പൂർത്തിയാക്കി വരും ദിവസങ്ങളിൽ ഒരു വൻ പൊട്ടിത്തെറി തന്നെയാണ് ചെന്നൈയിൽ പ്രതീക്ഷിക്കുന്നത്. വാക്കുകളല്ല, പ്രവൃത്തിയാണ് വലുതെന്ന് വിജയ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എതിരാളികളുടെ അണികളെയും നേതാക്കളെയും ഒരേപോലെ അടർത്തിയെടുത്ത് ഒരു ഗ്രാൻഡ് എൻട്രിക്കാണ് വിജയ് കോപ്പ് കൂട്ടുന്നത്. EPSന്റെ പ്രതിരോധം തകർത്ത് അണ്ണാ DMKയെ വിജയ് വിഴുങ്ങുമോ? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വിജയ് ഇരിക്കുമ്പോൾ പദവികൾ വീതം വെക്കുന്നത് ആരെല്ലാം ചേർന്നാകും? വരും മണിക്കൂറുകൾ തമിഴ് രാഷ്ട്രീയത്തിലെ നിർണായകമായ ക്ലൈമാക്സ് ആയിരിക്കും.